Question number 21. Let f from R to R be a twice differentiable function such that the quadratic equation f of x into m square minus 2f dash x into m plus f double dash of x equal to 0 has two equal roots for every x belongs to R. If f of 0 equal to 1, f dash 0 equal to 2, and open interval alpha beta is the largest interval in which the function f of log x minus x is increasing, then alpha plus beta is equal to. അപ്പൊ നോക്കിയ മക്കളെ, ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത് ആൽഫ പ്ലസ് ബീറ്റ ആണല്ലോ. ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആൽഫ വേണം, ബീറ്റ വേണം. അപ്പൊ എന്താ ആൽഫയും ബീറ്റയും? ആൽഫയും ബീറ്റയും ഈ എഫ് ഓഫ് ലോഗ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും, അതാണല്ലോ ആൽഫയും ബീറ്റയും. അപ്പൊ നമുക്ക് എഫ് ഓഫ് ലോഗ് എക്സ് മൈനസ് എക്സ് ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ അല്ലേ ആദ്യം വേണ്ടത്. അതിന് നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് വേണം അല്ലെ. ആ എഫ് ഓഫ് എക്സ് കിട്ടാനായിട്ട് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എമ്മിലുള്ള ക്വാഡ്രാറ്റിക് ആണല്ലോ അല്ലെ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് ഈക്വൽ റൂട്ട്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഈക്വൽ റൂട്ട്സ് കിട്ടണമെങ്കിൽ ഡിസ്ക്രിമിനന്റ് ആയിട്ടുള്ള ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 എന്നല്ലേ മക്കളെ വരേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac എന്താ കിട്ടുക? ബി എന്ന് പറയുന്നത് -2 ഇൻറ്റു എഫ് ഡാഷ് എക്സ് അല്ലേ, എമ്മിലുള്ള ക്വാഡ്രാറ്റിക്ക. അപ്പൊ ബി സ്ക്വയർ എന്ന് പറയുന്നത് 4 ഇൻറ്റു എഫ് ഡാഷ് എക്സിന്റെ സ്ക്വയർ എന്ന് കിട്ടും. ശരിയാണോ? -4ac 4 ഇൻറ്റു എ ആയിട്ട് എഫ് ഓഫ് എക്സ് ആണല്ലോ, സി ആയിട്ട് എഫ് ഡബിൾ ഡാഷ് എക്സ് ആണല്ലോ, ഈക്വൽ ടു 0. ശരിയാണോ? ത്രൂ ഔട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എഫ് ഡാഷ് എക്സിന്റെ സ്ക്വയർ വേണമെങ്കിൽ അതിന് എഫ് ഡാഷ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു അല്ലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നാക്കാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ അവിടെ നിന്ന് എനിക്ക് എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ്, ശരിയല്ലേ, ഇസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് എക്സ് എന്ന് എഴുതാം. മനസ്സിലായി എന്ന് വിചാരിക്കണം അല്ലെ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ട് സൈഡിലും ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തേ. രണ്ട് സൈഡിലും ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡബിൾ ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇങ്ങനെയല്ലേ വരിക. ആദ്യത്തെ സൈഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള ഇന്റഗ്രൽ നോക്കി, അവിടെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള എഫ് ഓഫ് എക്സിന്റെ കറക്റ്റ് ഡെറിവേറ്റീവ് തന്നെയല്ലേ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിന്റെ കറക്റ്റ് ഡെറിവേറ്റീവ് തന്നെയാണ് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നതെങ്കിൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്നല്ലേ നമ്മൾ ഇന്റഗ്രൽ എഴുതേണ്ടത്. അപ്പോൾ ലോഗ് മോഡ് ഡിനോമിനേറ്റർ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് വരും. ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഡിനോമിനേറ്ററിൽ എഫ് ഡാഷ് എക്സ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എഫ് ഡബിൾ ഡാഷ് എക്സ് അല്ലേ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയും എനിക്ക് ലോഗ് മോഡ് ഡിനോമിനേറ്റർ എഫ് ഡാഷ് എക്സ് എന്ന് എഴുതാമല്ലോ അല്ലെ. എല്ലാം ലോഗ് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെയും എനിക്ക് ലോഗ് എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്, ലോഗ് സി എന്ന് എഴുതി. അപ്പൊ ഇത് ഇംപ്ലൈസ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡില് ലോഗ് എ പ്ലസ് ലോഗ് ബി മോഡലാണ്, ലോഗ് എ ഇൻറ്റു ബി ലോഗ് സി ഇൻറ്റു മോഡ് എഫ് ഡാഷ് എക്സ് എന്നെഴുതാമല്ലോ. രണ്ട് സൈഡിലും ആന്റി ലോഗ് എടുത്താൽ ലോഗ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു മോഡ് എഫ് ഡാഷ് എക്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ മോഡ് മാറ്റാം, പക്ഷെ മോഡ് മാറ്റുമ്പോൾ പ്ലസും മൈനസും ഒക്കെ വരാം, അതൊക്കെ കോൺസ്റ്റന്റിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്നല്ലേ എഴുതാൻ പറ്റുക. ശരിയല്ലേ മക്കളെ അല്ലെ. ഈ സി എനിക്ക് കണ്ടുപിടിക്കണം. സി കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് അവിടെ കണ്ടീഷൻസ് തന്നിട്ടുണ്ടല്ലോ. എഫ് ഓഫ് 0 1 എന്നും എഫ് ഡാഷ് ഓഫ് 0 2 എന്നും തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എക്സിന് 0 എന്ന് കൊടുത്തു നോക്കാം. എക്സിന് 0 കൊടുത്താൽ ഇവിടെ എന്താ മക്കളെ കിട്ടുക? എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 എന്നല്ലേ കിട്ടുന്നത്. എന്താ എഫ് ഓഫ് 0? എഫ് ഓഫ് 0 1 എന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ. സോ 1 ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എന്താ എഫ് ഡാഷ് ഓഫ് 0? എഫ് ഡാഷ് ഓഫ് 0 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് സിയുടെ വാല്യൂ എനിക്ക് 1/2 എന്നല്ലേ കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടിയതിനെ എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എഫ് ഡാഷ് എക്സ് എന്ന് എഴുതാമല്ലോ അല്ലെ. ഇവിടെ വെച്ച് മക്കളെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് അല്ലെ, എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം.
ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു രണ്ട് സൈഡിനെയും. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2dx എന്നാണ് എഴുതാനായിട്ട് പറ്റുന്നത്. ശരിയല്ലേ? വീണ്ടും നോക്കിയടാ, ലെഫ്റ്റ് സൈഡിലുള്ള ഇൻ്റഗ്രൽ നമ്മൾ എടുത്താൽ ഡിനോമിനേറ്ററിൽ എഫ് ഓഫ് എക്സ്, അതിൻ്റെ കറക്റ്റ് ഡെറിവേറ്റീവ് തന്നെയല്ലേ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എനിക്ക് ഇൻ്റഗ്രൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്നെഴുതിയാൽ പോരെ, വിച്ച് ഈസ് ഈക്വൽ ടു, അടുത്ത നോക്കിയേ, ഇൻ്റഗ്രൽ 2dx ആണ്, അത് 2x ആണല്ലോ, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, വീണ്ടും ഞാൻ സി എന്ന് തന്നെ കൊടുത്തു അല്ലെ. ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്കിത് മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 2x പ്ലസ് സി എന്നാക്കി വെക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ അവിടെ നിന്ന് എനിക്ക് മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 2x ഇൻറ്റു ഇ റൈസ് ടു സി, ശരിയാണല്ലോ. അതായത് മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ കോൺസ്റ്റന്റ് എന്നുള്ള മീനിങ്ങിൽ വീണ്ടും സി എന്ന് തന്നെ എഴുതിയാൽ പോരെ. അപ്പൊ ഇ റൈസ് ടു സിക്ക് ഞാൻ സി എന്ന് തന്നെ എഴുതുന്നു, സി ഇൻറ്റു ഇ റൈസ് ടു 2x, കാരണം ഇ റൈസ് ടു സി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മളിവിടെ സി എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ ഇ റൈസ് ടു സി ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇ റൈസ് ടു സിയെയും ഒരു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ സി എന്നങ്ങ് എഴുതി വെച്ചാൽ മതിയാകും. അപ്പൊ ഇവിടെ നമുക്ക് മോഡ് മാറ്റാം. മോഡ് മാറ്റുമ്പോൾ ശരിക്കും പ്ലസ് ഓർ മൈനസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അതൊക്കെ ആ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റിനകത്ത് ചേർത്ത് വീണ്ടും ഒരു കോൺസ്റ്റന്റ് സി എന്ന് എഴുതിയാൽ മതിയല്ലോ. സി ഇ റൈസ് ടു 2x എന്ന് കിട്ടും. സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എഫ് ഓഫ് 0 1 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എഫ് ഓഫ് 0 1 ആണ്. എഫ് ഓഫ് 0 1 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1 ആകുന്നു എന്നാണ് മീനിങ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ മക്കളെ കിട്ടുക, എഫ് ഓഫ് എക്സിന് 1 എന്ന് കൊടുക്കുക അല്ലെ. എഫ് ഓഫ് 0 ആണ്, എക്സിന് 0 കൊടുത്താൽ എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റൈസ് ടു 0, ശരിയാണല്ലോ. എന്താ എഫ് ഓഫ് 0? എഫ് ഓഫ് 0 1 ആണ്. സോ 1 ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. സിയുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ എഫ് ഓഫ് 0 ഈക്വൽ ടു 1, അതായത് എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1 ആണ്. അപ്പൊ എഫ് ഓഫ് 0ക്ക് 1 കൊടുത്തു, അപ്പൊ സി ഇൻറ്റു 1, അപ്പൊ സി എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? therefore എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 2x എന്ന് എഴുതാം. അപ്പൊ എഫ് ഓഫ് എക്സ് കിട്ടി, കണ്ടോ. പക്ഷെ നമുക്ക് എന്തിനായി എഫ് ഓഫ് എക്സ്? നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എന്താ? എഫ് ഓഫ് ലോഗ് എക്സ് മൈനസ് എക്സ്, അത് ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ, അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഈ ആൽഫ കോമ ബീറ്റ. അപ്പൊ എനിക്ക് അടുത്തതായിട്ട് വേണ്ടത് എഫ് ഓഫ് ലോഗ് എക്സ് മൈനസ് എക്സ്, അത് ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ ആണ് പിന്നീട് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, എഫ് ഓഫ് ലോഗ് എക്സ് മൈനസ് എക്സിനെ ഒരു y എന്ന് പേര് വിളിച്ചേക്കാം. എഫ് ഓഫ് ലോഗ് എക്സ് മൈനസ് എക്സ്, അതിനെ ഞാൻ y എന്നൊരു പേര് വിളിച്ചു. ഈ y ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ ആണ് ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ലോഗ് എക്സ് മൈനസ് എക്സ് വേണമെങ്കിൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സ് മായിച്ചവിടെ ലോഗ് എക്സ് മൈനസ് എക്സ് എഴുതിയാൽ പോരെ. അപ്പൊ എനിക്ക് എന്താ കിട്ടുക മക്കളെ? ഇ റൈസ് ടു 2 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് എക്സ്, അതായത് ഇ റൈസ് ടു 2 ലോഗ് എക്സ് മൈനസ് 2x എന്ന് കിട്ടും. ഉറപ്പാണ് അല്ലെ. അതായത് ഇ റൈസ് ടു 2 ലോഗ് എക്സിനെ ലോഗ് എക്സ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. പിന്നെ ഒരു മൈനസ് 2x ഉണ്ട്. ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇ റൈസ് ടു ലോഗ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2x എഴുതാമല്ലോ. എക്സ് റൈസ് ടു എം പ്ലസ് എന്നിനെ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് എഴുതാം. അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കി, ആദ്യം ഇ റൈസ് ടു ലോഗ് എക്സ് സ്ക്വയർ, ഇയും ലോഗും കൂടെ ചേർന്ന് വന്നാൽ രണ്ടും ക്യാൻസൽ ആകും, രണ്ടും റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എക്സ് സ്ക്വയർ മാത്രം എഴുതിയാൽ മതി, ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2x. കണ്ടോ. അപ്പൊ നമുക്ക് y കിട്ടി, അതായത് എഫ് ഓഫ് ലോഗ് എക്സ് മൈനസ് എക്സ് കിട്ടി. ഇത് ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെല്ലിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ എനിക്ക് ഡെറിവേറ്റീവ് അല്ലേ വേണ്ടത്. അപ്പൊ ഈ വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dy/dx ഞാൻ കണ്ടുപിടിക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് റൂൾ കൊടുക്കണ്ടേ. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് അല്ലേ മക്കളെ, അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഇ റൈസ് ടു മൈനസ് 2x ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് 2x ഇൻറ്റു മൈനസ് 2 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2x എന്ന് കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇ റൈസ് ടു മൈനസ് 2x കോമൺ ആയിട്ട് എടുക്കാം അല്ലെ. അപ്പൊ ഇ റൈസ് ടു മൈനസ് 2x കോമൺ ആയിട്ട് മാറ്റിയാൽ എനിക്ക് ഒരു 2 കൂടെ കോമൺ ആയിട്ട് മാറ്റാം. അപ്പൊ 2 ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2x എന്ന് കിട്ടും. അപ്പൊ ഇതാണ് dy/dx. നമുക്ക് ഈ dy/dx
പോസിറ്റീവ് ആകുന്ന കേസാണ് വേണ്ടത്. ശരിയല്ലേ? കാരണം ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെല്ലിനെ പറ്റിയാണ് അവരവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ y ഇൻക്രീസിങ് ആകണമെങ്കിൽ dy/dx എന്ന് പറയുന്നത് എന്താകണം? ഗ്രേറ്റർ ദാൻ 0 ആകണം. ശരിയല്ലേ? dy/dx ഗ്രേറ്റർ ദാൻ 0 ആവുക എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു -x² പ്ലസ് എക്സ് ഇൻറ്റു e⁻²x എന്താകണം? ഗ്രേറ്റർ ദാൻ 0 ആകണം. ക്ലിയർ അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ, 2 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണല്ലോ. e⁻²x എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഡെഫിനറ്റ്ലി എല്ലായ്പ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ LHSലുള്ള എക്സ്പ്രഷൻ പോസിറ്റീവ് ആകുന്നത് ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മക്കളെ? -x² പ്ലസ് എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ? -x² പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ മതിയാകും. ക്ലിയർ ആണല്ലോ അല്ലെ? വേണമെങ്കിൽ ത്രൂ ഔട്ട് നമുക്കൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x² മൈനസ് എക്സ്, അപ്പൊ ഇനിക്വാളിറ്റി നേരെ തിരിയും. ശരിയല്ലേ? ഇംപ്ലൈസ് x ഇൻറ്റു x-1 ലെസ് ദാൻ 0. ഒരു ക്വാഡ്രാറ്റിക് ലെസ് ദാൻ 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ലെസ് ദാൻ 0 എന്ന് വന്നാൽ x² കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് വരുന്നത് റൂട്ടുകൾക്ക് ബിറ്റ്വീൻ ആയിരിക്കില്ലേ? അപ്പൊ ഇവിടെയും അങ്ങനെയല്ലേ? x² കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ലെസ് ദാൻ 0 എന്ന് വരുന്ന എക്സുകൾ എവിടെയാ ഉള്ളത്? ഈ ക്വാഡ്രാറ്റിക്കിന്റെ റൂട്ടുകൾക്ക് ബിറ്റ്വീനിൽ അല്ലെ? വളരെ ക്ലിയർ ആണ്. റൂട്ടുകൾ 0ഉം 1ഉം അല്ലേ? അല്ലെ? ഓരോന്നും 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ 0ഉം 1ഉം ആണ് കിട്ടുന്നത്. അപ്പോൾ റൂട്ടുകളായിട്ടുള്ള 0ക്കും 1നും ഇടയിലായിട്ടായിരിക്കും എക്സ് വരിക. സോ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ കിട്ടി. ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ അത് ആൽഫ ബീറ്റ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 0,1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ 0 ആയിട്ട് എടുക്കാം, ബീറ്റയുടെ വാല്യൂ 1 ആയിട്ട് എടുക്കാം. കണ്ടുപിടിക്കേണ്ടത് ആൽഫ പ്ലസ് ബീറ്റ അല്ലെ? ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കണം. therefore ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 0 + 1 = 1. സോ ഫൈനൽ ആൻസർ ഈക്വൽ ടു 1.